നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ നിധി, എന്താ ശരിക്കും സംഭവിച്ചത്? ആ സമയത്ത് നീ എന്തിനാ ഹോളി വന്നത്? ഞാൻ അല്പം വെള്ളം കുടിക്കാനായി ഇറങ്ങി വന്നതായിരുന്നു. അപ്പോഴാ പ്രണവ് വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടത്. ഞാൻ വിളിച്ചു നിർത്തി എവിടെ പോകുന്നു ചോദിച്ച് അവനോട് കാര്യമായിട്ടാ സംസാരിച്ചത്. മുഖത്തടിക്കാൻ കൈയോങ്ങിക്കൊണ്ടാണല്ലോ കാര്യമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ കൈ ഓങ്ങി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ശിവാനി കാണിച്ച വീഡിയോയില് അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അത് കേട്ടാ ഞാനും നല്ല ആർക്കായാലും തല്ലാൻ തോന്നും. അതിനുവേണ്ടി അവൻ എന്താ പറഞ്ഞത്? പറഞ്ഞിട്ടി പ്രണവ് എന്താ നിന്നോട് പറഞ്ഞത്? നിധി, നിന്നോടല്ലേ ചോദിച്ചത് പ്രണവ് എന്താ പറഞ്ഞെന്ന്? വേണ്ട ഗൗതം, എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയില്ല. വീണ്ടും ഗൗതമിനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഇതൊക്കെ ഇവളുടെ ഒരു തന്ത്രമല്ലേ? ഇങ്ങനെ ഓരോ സെന്റിമെന്റ്സ് അടിച്ചാ പിന്നെ ആരും ചോദിക്കില്ലല്ലോ കാര്യം എന്താണെന്ന്. എനിക്ക് ഇന്നലെ കിട്ടിയ വേദനയേക്കാൾ വലുതായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒന്നും കിട്ടാനില്ല. പ്രണവ് പറഞ്ഞത് എന്തായാലും നീ തുറന്നു പറയും നിധി. പറഞ്ഞിട്ടി അവൻ എന്താ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് പിന്നെ പ്രണവ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോ ഞാൻ അവനെ കണ്ടു. ഏതോ ഒരു അനാഥാലയത്തിൽ കിടന്ന് അനാഥനായിട്ട് തന്നെ ഒടുങ്ങേണ്ട ഒരു ജന്മത്തിന് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ കസേരയിലല്ലേ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത അനാഥനും ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തവർക്കും ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ സഹിക്കുന്നില്ലല്ലേ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ഗൗതമനെ എന്നെ കുറിച്ച് അവന്റെ വായിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ അറിയാതെ ഞാൻ കൈയോങ്ങിപ്പോയി. എന്റെ നിഖിലാണത് പറയുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓ, അവിടെ അവള് സെന്റിമെന്റ്സ് കയറ്റി വെക്കുന്നത് കണ്ടോ? സെന്റിമെന്റ്സ് ഒന്നും അല്ല ആന്റി, ഞാൻ പ്രണവിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ ശിവാനി ചെയ്തതോ? ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടാ നിങ്ങളെയൊക്കെ കാണിച്ചത്. അയ്യോ, കള്ളമാണ് അവള് പറയുന്ന മുഴുവൻ. ഞാൻ വന്നപ്പോ കണ്ടത് മുഴുവൻ ഈ വീഡിയോയിലുണ്ട്. നടന്നത് എന്താണെന്ന് നിധി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇവള് പറയുന്നതാണ് വിശ്വാസം. അല്ലേലും നിന്റെ ഭാര്യ ഹരിശ്ചന്ദ്രന്റെ പെങ്ങളാണല്ലോ, അതല്ലേ നീ വിശ്വസിക്കൂ. ഇന്ന് പ്രണവിനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട ഇവള് നാളെ നിന്നെയും ഓടിച്ചു വിടും. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോയത്? ഒരുത്തനെ കാണാനില്ല. പക്ഷെ അതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. പരസ്പരം കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി മാറ്റി എല്ലാവരും. നിങ്ങളൊക്കെ ആദ്യം പ്രണവിനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന് നോക്ക്. ഇല്ലെങ്കിൽ പറ, ഞാൻ പോകാം. ഞാൻ പോയി നോക്കാം അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന്. വേണ്ട ആന്റി, എനിക്ക് പ്രണവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രണവ് എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ച് തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. ആന്റി എന്റെ കൂടെ ഒന്ന് വരുമോ? ആ, ഞാൻ വരാം, നീ ഇറങ്ങ. ഗൗതം, വാ, നമുക്കൊന്ന് പോയി നോക്കാം. എവിടെ പോയി ഇപ്പൊ അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാം. വാ ഇങ്ങോട്ട്. അമ്മേ, നീ കരഞ്ഞു വിളിച്ച് വീപ്പി കൂട്ടാൻ നിൽക്കണ്ട. എവിടെയായിരുന്നാലും അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരും. എന്റെ ഭഗവാന്, എന്റെ കുഞ്ഞ്. എന്നാലും ഈ പ്രണവ് ഇത്ര മരമണ്ടനായി പോയല്ലോ. നിധി അതിനു വേണ്ടി ആരാ? അവൾക്ക് ഈശ്വരമംഗലത്ത് എന്ത് സ്ഥാനമാ ഉള്ളത്? അവളുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി പോയിരിക്കുന്നു. പ്രണവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. പ്രണവ് ഒരാണല്ലേ. ഒരു വീട്ടിലെ മെജോറിറ്റി ആൾക്കാരും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തിയ പിന്നെ എന്ത് ചെയ്യാന്? ഒരാള് കഥകില് മുട്ടി വിളിച്ച് തല്ലാനായിട്ട് വിളിച്ചിറക്കുന്നു. അടുത്ത ആള് ഇരുട്ടില് പതിയിരുന്ന് തല്ലാൻ ചെല്ലുന്നു. മനുഷ്യനല്ലേ ആന്റി? അല്ല ശിവാനി, രാത്രിയില് പ്രണവ് ഇറങ്ങിപ്പോകാൻ നേരത്തല്ലേ നിധി തടഞ്ഞു നിർത്തി തല്ലിയത്? അയ്യോ, അത് പ്രണവ് ഇറങ്ങിപ്പോയതൊന്നുമല്ല.